കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് സോളാർ പാനൽസ്, അതിൻ്റെ ടെക്നോളജി, ഏത് പാനൽ നമ്മൾ ചൂസ് ചെയ്യണമെന്നുള്ളത്. സോ ഒത്തിരി പേര് പല ടെക്നോളജിയും എടുത്തിട്ട് വരാറുണ്ട്. സോളാർ പാനൽസ് മെയിൻലി ഇപ്പം നിലവിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ടെക്നോളജി ആയിട്ട് നോക്കുകയാണെങ്കിൽ പോളിക്രിസ്റ്റലൈൻ, മോണോക്രിസ്റ്റലൈൻ, ഇതാണ് മെയിൻലി ഉള്ള ടെക്നോളജീസ്. പിന്നെ തിൻ ഫിലിം. സോ ഈ മോണോ ക്രിസ്റ്റലൈനിൻ്റെ താഴെയാണ് നമുക്ക് മോണോ പെർക്ക് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഹെട്രോ ജംഗ്ഷൻ വരുന്നുണ്ട്, അതുപോലെ ടോപ്കോൺ എന്ന് പറയുന്ന ടെക്നോളജിയും വരുന്നുണ്ട്. ടോപ്കോൺ റീസെൻ്റ്ലി വന്ന ടെക്നോളജിയാണ്. ഇപ്പം ഫ്യൂച്ചറിൽ ഇപ്പം പവർ പ്ലാന്റ്സിലൊക്കെ അതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പാനൽസ് എന്ന് പറയുന്നത് മോണോ പെർക്കാണ്. മോണോ പെർക്ക് ടെക്നോളജിയിൽ ഫുൾ സെല്ലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഹാഫ് കട്ടായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഈ എല്ലാ ടെക്നോളജിയിലും നിങ്ങൾക്ക് മോണോഫേഷ്യൽ പാനൽസും ഉണ്ട്, ബൈഫേഷ്യൽ പാനൽസും ഉണ്ട്. ഓക്കെ, മോണോഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ സൈഡിൽ മാത്രം വെളിച്ചം കിട്ടുന്നുണ്ട്, കൺവേർഷൻ ചെയ്യാൻ പറ്റും. ബൈഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് റിഫ്ലക്റ്റഡ് ആയിട്ടും ജനറേഷൻ കിട്ടുന്നുണ്ട്. ഗ്ലോബലി ഇന്ത്യയിലും ഇനി ഫ്യൂച്ചറിൽ വരുന്ന 3 പവർഫുൾ ടെക്നോളജി എന്ന് പറയുന്നത് മോണോ പെർ, ഹെട്രോ ജംഗ്ഷൻ, HJT, അതുപോലെ ടോപ്കോൺ. ഈ HJT ടെക്നോളജി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് എലിവേറ്റ് ആവുമെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. റീസൺ എന്താണെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് PLI സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനീസ്, അതായത് ഗവൺമെൻറ് സബ്സിഡി കൊടുത്ത് സോളാർ പാനൽ മാനുഫാക്ചറിങ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് PLI സ്കീം. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പനീസ് നോക്കുവാണെങ്കിൽ റിലയൻസ് ആയാലും ശരി, റിന്യൂ പവർ, അങ്ങനത്തെ കമ്പനീസ് ആയാലും ശരി, അവർ കൂടുതലും ശ്രദ്ധ ചെലുത്താൻ പോകുന്നത് ഹെട്രോ ജംഗ്ഷനിലായിരിക്കും. മേ ബി നെക്സ്റ്റ് 2-3 ഇയേഴ്സിൽ മാർക്കറ്റിൽ ഇപ്പം എങ്ങനെയാണോ മോണോ പെർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻ വാസ്റ്റ് ക്വാണ്ടിറ്റി, അതുപോലെ ഹെട്രോ ജംഗ്ഷൻ ടെക്നോളജിയും എളുപ്പത്തിൽ വരും. സോ നമ്മൾ പോളിക്രിസ്റ്റലൈനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് കൂടുതലും പറയുന്നില്ല, ബിക്കോസ് ആരും അത് മാനുഫാക്ചറിങ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നില്ല. ഓൾറെഡി ജസ്റ്റ് ഉള്ള സ്റ്റോക്കാണ് എല്ലാവരും ക്ലിയർ ഔട്ട് ചെയ്യുന്നത്. സോ അത് മേടിക്കുന്നതും മേടിക്കാത്തതും കസ്റ്റമറുടെ ചോയ്സാണ്. ഓബിയസ്ലി ഇന്നത്തെ സാഹചര്യത്തിൽ മോണോ പെർക്ക് യൂസ് ചെയ്യാം. മോണോ പെർക്കിൽ മോണോ ഫേഷ്യൽ ആയാലും ശരി, ബൈഫേഷ്യൽ ആയാലും ശരി, ഏത് വേണമെങ്കിലും കസ്റ്റമേഴ്സിന് ചൂസ് ചെയ്യാൻ പറ്റും. ബൈഫേഷ്യൽ വെക്കുമ്പോൾ നമ്മൾ പറയാവുന്ന മെയിൻ തിങ് എന്ന് പറയുന്നത് മിനിമം ഒരു 8 ഫൂട്ട് ഹൈറ്റിലെങ്കിലും വെക്കണം. മിനിമം ഹൈറ്റ് 8 ഫൂട്ടാണ് നമ്മൾ പറയുന്നത്. അതെ, അത്രയും ഒരു പൊക്കത്തിൽ വേണം. അതുപോലെ അതിൻ്റെ സർഫേസ് വൈറ്റ് കോട്ടിംഗ് ഉള്ള സർഫേസ് ആണെങ്കിൽ കുറച്ചുകൂടെ ജനറേഷൻ കിട്ടും. അതിൻ്റെ കാറ്റലോഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് എങ്ങനെ പ്ലേസ് ചെയ്യണം. മാക്സിമം ഹൈറ്റിലായിരിക്കണം, either പുല്ല് പോലത്തെ സർഫേസ് ഉണ്ടായിരിക്കണം. ഗ്രൗണ്ട് മൗണ്ടിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ജനറേഷൻ കിട്ടുന്നത്. അതിന് ഗ്രൗണ്ട് മൗണ്ടിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റൂഫിൽ വൈറ്റ് കോട്ടിംഗ് അടിച്ച സർഫേസിൽ ചെയ്യണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെയിൻലി വരുന്ന ടെക്നോളജീസ്. പാനൽസിനെ കുറിച്ചിട്ടുള്ള വിശദാംശമായ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ കാണുന്നുണ്ട്, അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.